ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വീണ്ടും പ്ലേ സ്റ്റോറിലൂടെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ പ്ലേ സ്റ്റോർ തന്നെ അൺഇൻസ്റ്റാൾ ആയി പോയാലോ? കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധവശാൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മൊബൈലിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടോ എന്ന് നോക്കുക. ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ബാർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോർ എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. പ്ലേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ എവിടെയെങ്കിലും ഇവിടെ എനബിൾ എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതാ ഇവിടെ എനബിൾ കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഡിസബിൾ ആകുന്നത് കൊണ്ടാണ് അൺഇൻസ്റ്റാൾ ആയി പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ഡിസബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇവിടെ എവിടെ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻബിൽറ്റ് ആയിട്ടും നമ്മുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെ മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.